അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. ശൈലജ ടീച്ചറെ പോലെയുള്ള സർവാംഗീകാരമുള്ള ഒരു പ്രതിസന്ധിയുടെ ചരിത്ര സന്ദർഭത്തിൽ ലോകമാകെ ഞെട്ടിത്തരിച്ച് വിറങ്ങലിച്ചു നിന്ന ദിവസങ്ങളിൽ ഈ കേരളത്തിലെ ജനങ്ങളെ, മലയാളികളെ ഒന്നാകെ കോവിഡിനെയും നിപയും ഒക്കെ പ്രതിരോധിക്കുന്നതിൽ ആത്മവിശ്വാസത്തോടുകൂടി നേതൃത്വം കൊടുത്ത ആ രീതിയിൽ ലോകാംഗീകാരം നേടിയെടുത്ത എന്നിട്ട് ഒരു വിശ്വപൗര എന്ന നിലക്ക് തന്നെ അവർക്ക് ലഭിച്ച അംഗീകാരങ്ങളുടെയും ബഹുമതികളുടെയും അവരിന്ന് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന വിസിറ്റിംഗ് പ്രൊഫസർ പദവികളുടെയൊക്കെ കണക്കുകളെടുത്തു നോക്കിയാൽ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന വിശ്വപൗരയാണ് ശൈലജ ടീച്ചർ. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ 68 വയസ്സുള്ള മലയാളികൾ സ്വന്തം അമ്മയെപ്പോലെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ ചർച്ചയിൽ ഉദ്ധരിച്ച് പറയാൻ പോലും പറ്റാത്ത, നമുക്ക് മുമ്പ് പരിചയമില്ലാത്ത ഒരുപാട് അശ്ലീല പദങ്ങൾ, വൃത്തികെട്ട ലൈംഗിക അധിക്ഷേപങ്ങൾ എല്ലാം നടത്തുവാണ്. 6ാം നൂറ്റാണ്ടിലെ ജാഹിലിയ കാലഘട്ടത്തെ പ്രതിനിധീകരിച്ച പണ്ഡിതന്മാരെ വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എടുത്ത ശരിയായ നിലപാടുകളെ അവതരിപ്പിച്ചുകൊണ്ട് ടീച്ചർ നടത്തിയ ഒരു പ്രഭാഷണത്തെ വരെ എന്താണ് തെറ്റായ സൈബർ രംഗത്ത് വലിയ അപകടകരമായ വിദ്വേഷം വളർത്താനാണ് UDF നേതാക്കന്മാർ ശ്രമിച്ചത്. അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. KK രമയും ഉമാ തോമസും ഒരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് KK ശൈലജയ്ക്ക്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇതാദ്യമായല്ല കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു സ്ത്രീ ഈ നിലയിൽ അവഹേളിക്കപ്പെടുന്നത്. അത് നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോഴൊന്നും മുറിവേൽക്കാത്ത, പ്രതികരിക്കാത്ത ആളുകൾ ഇപ്പോൾ തടകൂടാൻ എഴുന്നേൽക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നാണ് അവർ പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് KK രമയോടും ഉമാ തോമസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ഔദാര്യം ശൈലജ ടീച്ചർക്ക് വേണ്ട. ശൈലജ ടീച്ചറും അവർക്കൊപ്പം നിൽക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങൾ എനിക്കതിനെ യോജിപ്പില്ല. ഞാനതിന് യോജിപ്പില്ല. ഇത് കുറേ സിസ്റ്റം, ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് കുറേ സിസ്റ്റം ഉണ്ടാക്കി 100 കണക്കിന് ചെറുപ്പക്കാരെ കൂലി കൊടുത്ത് ശമ്പളം കൊടുത്ത് നിയോഗിച്ചിട്ട് ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അവർ കോഴിക്കോട്ടുകാരും വടകരക്കാരും അല്ല. ഭയങ്കരം തന്നെ. പ്രൊഫഷണൽ പണം കൊടുത്ത് പെയ്ഡായിട്ടുള്ള ഏജൻസികളെ വെച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഷാഫിയും രാഹുൽ മാങ്കൂട്ടും അല്ലാതെ വേറെ ആരാ? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ശരി, എന്തായാലും രാഹുൽ വരട്ടെ, ഉടൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുഞ്ഞിക്കുട്ടനോട് ഈ സമയത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഈ ഉള്ളവൻ അടക്കമുള്ള ആളുകളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ ഒക്കെ ഫേസ്ബുക്കിലെ പോസ്റ്റിന് താഴെ സമാനമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ താങ്കളുടെ ഒക്കെ അടക്കമുള്ള പാർട്ടിയിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോഴൊന്നും അത് താങ്കളുടെ പാർട്ടിയിലെ MLA അടക്കമുള്ള ആളുകൾ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. രാഹുൽ അല്പം വൈകി. രാഹുലിനെതിരെ രാഹുലിവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പ്രതിനിധി KT കുഞ്ഞിക്കുട്ടൻ ചർച്ച ആരംഭിച്ചത് തന്നെ. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ അടക്കമുള്ളവർക്കെതിരെ, രാഹുലിനെതിരെ വ്യക്തിപരമായി ഉന്നയിക്കപ്പെട്ടത്. ഒന്ന്, പുറത്തുനിന്നെത്തിയ കുറെ ആളുകളെ ഒരു ഫ്ലാറ്റ് എടുത്ത്, പ്രൊഫഷണൽ ആളുകളെ കൂലിക്ക് കൊടുത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ കുറെ സിസ്റ്റവും എടുത്തു കൊടുത്ത് KK ശൈലജയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇടാൻ വേണ്ടി, അത് അശ്ലീല കമന്റുകൾ ഇടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. KK ശൈലജ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകമാകുന്ന അംഗീകാരം പിടിച്ചുപറ്റിയ സ്ത്രീയാണ്. എല്ലാവരും ബഹുമാനിക്കുന്ന, സ്വന്തം അമ്മയെ പോലെ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്കെതിരെയാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ഇടത്തും വലത്തും നിൽക്കുന്ന ആളുകൾ ഈ പ്രവൃത്തി, ഈ അശ്ലീലം ചമച്ചു വിടുന്നത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന് ആ കേന്ദ്രം അറിയാമല്ലോ. നിൽക്കുന്നത് പിണറായി വിജയന്റെ പോലീസല്ലേ, ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ VD സതീശന്റെ പോലീസ് അല്ലല്ലോ. ഇപ്പം ഞാനും കുഞ്ഞിക്കണ്ണൻ മാഷും കൂടെ ഒരുമിച്ച് പോകാം. ആ കേന്ദ്രത്തിൽ പോയിട്ട് കയ്യോടെ നമുക്ക് അവരെ പൊക്കിക്കൊണ്ടുവരാം. എന്താ, തയ്യാറുണ്ടോ? അല്ല, വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്? അങ്ങനെ കേരളത്തിൽ ആർക്കെങ്കിലും ഒക്കെ എതിരെ ഇങ്ങനെ അപഖ്യാതി പറയാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രമുണ്ടെങ്കിൽ അത് പൂട്ടി സീൽ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ഈ കേരള സർക്കാരിനുള്ളതല്ലേ? അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം കൂടി ഇരുന്നൊരു പത്രസമ്മേളനത്തിൽ ഞാൻ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കേരള പോലീസ് വലുതായിട്ട് ആക്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ലെങ്കിലും കാരണം എനിക്കെതിരെ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഇതെല്ലാം ചമച്ചത്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാനാ ചമച്ചതെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ ഒരു തെളിവ്, ഒരു തരിമ്പ് തെളിവ് ഒന്ന് പുറത്തേക്ക് വിട്ടിട്ട് ഞാനാ ഇത് ചമച്ചതെന്ന് പറയട്ടെ. അത് പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറയുകയാണ്, ഒരു ലേശ ഉളുപ്പ് വേണ്ടേ പച്ചയ്ക്ക് ഇങ്ങനെ ഈ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന കള്ളം പറയാനായിട്ട്. അവരെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിലിന്റെ പേജിൽ നിന്ന് അധിക്ഷേപകരമായിട്ടുള്ള ചില പോസ്റ്റുകൾ ഉണ്ടായി. ആ പോസ്റ്റ് ഏതാ കാണിക്കട്ടെ. ഷാഫി പറമ്പിലിന്റെ പേജിൽ അത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടായെങ്കിൽ ആ ദിവസം ദേശാഭിമാനി വാർത്തയാക്കില്ലേ?
കൈരളി വാർത്തയാക്കില്ലേ? ദേശാഭിമാനിയുടെ വാർത്ത കാണിക്കട്ടെ, അതേ പുസ്തകം കൈരളിയുടെ വാർത്ത കാണിക്കട്ടെ. അപ്പൊ സ്ഥാനാർത്ഥിയുടെ പേജിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു വാർത്ത വന്നു, ഒരു പരാമർശമുണ്ടായി എന്ന് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളം സ്ഥാനാർത്ഥി തന്നെ പറയുക. എന്തിന് ഇല്ലാവചനങ്ങൾ പറഞ്ഞു നടക്കുന്നു? എന്തിന് ഇത്രയും ബഹളങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചക്കള്ളം സ്ഥാനാർത്ഥി തന്നെ പറയുക. അങ്ങനെ കള്ളം പറയുന്ന ഒരാൾ പറയുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഈ പാനൂരിൽ ബോംബ് നിർമ്മിക്കുമ്പോ കൊല്ലപ്പെട്ട പ്രതി, അയാൾ പ്രതിയാണല്ലോ, ബോംബ് നിർമ്മിച്ച ആളാണല്ലോ, കൊല്ലപ്പെട്ടാലും അയാൾക്കൊപ്പം ഈ നിൽക്കുന്ന ആളുടെ പേര് KK ശൈലജ എന്ന. ചിത്രമാണ് പറഞ്ഞത്. എന്താ ഉറക്കം വരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയുള്ളൂ. പാനൂർ ബോംബ് കേസിലെ 3-ാം പ്രതിയായ അമൽ കൃഷ്ണയെ ആണ് ഈ നൗഫൽ കൊട്ടിയം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ഫേക്ക് പോസ്റ്റർ ഉണ്ടാക്കി നാട് നീളം പ്രചരിപ്പിച്ചവരാണ് ഇവര്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നു? കൊട്ടിയം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാ. അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ ഒന്നിച്ചു എടുത്ത ഫോട്ടോ, ആ ഫോട്ടോ ആണ് ഫേക്ക് പോസ്റ്ററാക്കി ഇത് പാനൂർ ബോംബ് കേസിലെ 3-ാം പ്രതി അമൽ കൃഷ്ണയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ക്യാപ്സ്യൂൾ ഞാൻ അമൽ കൃഷ്ണയുടെ അമൽ കൃഷ്ണയുടെ പടമല്ല, ഇത് ആരുടെ പടമാണ്? ആ ബോംബ് സ്ഫോടനത്തിൽ പരിക്ക് പറ്റി ഗുരുതരമായി ആശുപത്രിയിൽ കിടക്കുന്ന ആള്. ആ ചിത്രത്തെ സ്ഥാനാർത്ഥി അംഗീകരിച്ചിട്ടുണ്ട്. വോട്ടിന്റെ അടുത്ത് വേദം മൂടിയിട്ട് എന്താ കാര്യം? കോൺഗ്രസ്സുകാർ ഈ ഏത് കാലത്താണ് BJPയുടെ ഒരു അനുവാദം കിട്ടിയിട്ട് കോൺഗ്രസ്സുകാർ കൊടി ഉപയോഗിക്കുക, ലീഗുകാരെ കൊടി ഉപയോഗിക്കാൻ അനുവദിക്കുക? ഇത് UDFന്റെ നേതാവാണ്. ഇത് പച്ചക്കൊടി കാണുമ്പോൾ കേരളത്തിൽ ഹാലിളക്കുന്ന രണ്ടുപേർക്കാ, സംഘപരിവാറുകാർക്ക് CPM-നും. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ CPM-കാർ പിണറായിയുടെ പ്രൊഫൈൽ പിക്ചറും BJP-കാർ നരേന്ദ്രമോദിയുടെ പ്രൊഫൈൽ പിക്ചറും വെക്കണം, അല്ലെങ്കിൽ ഏതാന്ന് വർത്തമാനം കണ്ട് മനസ്സിലാക്കുക. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഒന്ന് കേസൊന്ന് കാണിക്കാമോ? ഒന്ന് തെളിയിക്കാമോ? എന്റെ പേര് എനിക്ക് നിങ്ങളോട് താങ്കൾക്ക് തെളിയിക്കാമോ? തെളിയിക്കാമോ? പത്രം വായിക്കേണ്ട സ്നേഹിത CPM ആണെന്ന് പറഞ്ഞ് ബോധമില്ലാതാക്കാൻ പാടുണ്ടോ? എന്നെ അറസ്റ്റ് ചെയ്ത് സമരം ചെയ്തതിന്റെ പേരിൽ പത്രം വായിക്ക്. ദേശാഭിമാനി അല്ലാതെ ഒരു പത്രം കൂടെ വായിക്കുക. ഞങ്ങാതി നാട്ടിൽ സത്യം എഴുതുന്ന ഒരു പത്രം കൂടെ വായിക്കുക. കോവിഡ് കാലത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ചൊക്കെ ഗണേഷിന് ഉള്ള അഭിപ്രായം എന്താ? ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്ത് അംഗീകാരമാണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ഗ്രൂപ്പാണല്ലേ? നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഈ കോവിഡ് കാരണം ബുദ്ധിമുട്ടുകയും വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. അവിടെ അമേരിക്കയിലെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് പിഞ്ഞാണം പേടിച്ചതാണ് KT കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചത് എങ്കിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാതെ. ഞാൻ ചോദിക്കട്ടെ, ശൈലജ ടീച്ചർ അങ്ങനെ മുൻകാലഘട്ടത്തിൽ ഇവിടുത്തെ മതസമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് പറയുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പോകുന്നത്? ഞങ്ങൾ ചെയ്യുമ്പോൾ ആഹാ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഓഹോ എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.